ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിനലോണിക് ഇഞ്ചുറി പറ്റി. അദ്ദേഹത്തിന് ഇഞ്ചുറി ഗുരുതരമായതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലേക്ക്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന സ്പേസിലേക്ക് ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സിന് വളരെ അത്യാവശ്യമാണ്. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സീസണിലെ എല്ലാ മത്സരങ്ങളും കളിച്ചിട്ടില്ല. പകുതിയോളം മത്സരം അവസാനിച്ചു. ഇനിയും ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്ലേ ഓഫിൽ കടന്നു കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും മത്സരങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള സ്പേസിലേക്ക് ലൂനയെ പോലെ ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സിന് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈനിങ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൽ വളരെ നിർബന്ധമായി നടക്കേണ്ട ഒരു കാര്യമാണ്. നടക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും നടക്കാനും സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അഡ്രിയൻ ലൂനയുടെ ആ ഒരു സ്പേസിലേക്ക് വരാൻ സാധ്യതയുള്ള 4 പ്ലേയേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ജോൺ ടോറൽ, അതുപോലെ തന്നെ ടിയാഗോ പാലസിയോ, അതുപോലെ തന്നെ ജീൻ പോൾ, അതുപോലെ തന്നെ അൽവാറോ വാസ്കസിന്റെ കാര്യം വാസ്കസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളിടയിൽ പറഞ്ഞു കഴിഞ്ഞു. വാസ്കസ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട്. കാരണം അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരണമെന്നുള്ള ചിന്തയും അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റ്, അദ്ദേഹത്തിന്റെ സറൗണ്ടിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ നോക്കുന്നത് ലൂണിന്റെ ആ ഒരു സ്പേസിലേക്കുള്ള ഒരു പ്ലെയറിനാണ്. MF അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആ ഒരു സ്പേസിലേക്കുള്ള പ്ലെയറിനാണ്. അങ്ങനെ ആകുമ്പോൾ സെൻട്രൽ ഫോർവേഡായ വാസ്കസ് വരാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വാസ്കസിനെ നമുക്കൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള 3 പ്ലെയർ എന്ന് പറയുന്നത് ജോൺ ടോറലും തിയാഗോ പാലസിയും അതുപോലെ തന്നെ ജീൻ പോളുമാണ്. ജോൺ ടോറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു 26 വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് പ്ലെയർ ആണ്. അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് OFI ക്രിറ്റ FC എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 240 മാച്ചിൽ നിന്ന് 68 ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ലൂനിന്റെ പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ലൂനന്റെ ആ ഒരു പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയതും ആ ഒരു പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ രണ്ടാമത് ടിയാഗോ പാലസിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മോൺറ്റോവിഡോ സിറ്റി FC എന്നുള്ള ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് 97 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 97 മത്സരത്തിൽ നിന്ന് 28 ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിനുള്ളത്. നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടിയാഗോ പാലസിയോയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങറാണ്. അതുകൊണ്ട് തന്നെ ലൂനന്റെ ആ ഒരു സ്പേസിലേക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു ട്രാൻസ്ഫറിൽ ഒരു റൂമർ ആയിക്കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് ജീൻ പോൾ. ഇവനെ സൈൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ ഇവനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതൊരു പുപ്പുലിയാണ്. ലൂനന്റെ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അദ്ദേഹം റീസെൻ്റായി കളിച്ച ലീഗ് എന്ന് പറയുന്നത് ബൂണ്ടസ് ലീഗയാണ്. അദ്ദേഹം 2 ബൂണ്ടസ് ലീഗ് ക്ലബിൽ കളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ലീഗുകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ലീഗ് എന്ന് പറയുന്നത് ബൂണ്ടസ് ലീഗയാണ്. 143 ലീഗാണ് മാച്ചസാണ് ബൂണ്ടസ് ലീഗിൽ കളിച്ചിട്ടുള്ളത് 2 ക്ലബിൽ നിന്ന്. അത്രമാത്രം ബൂണ്ടസ് ലീഗിലെ കോച്ചസ് അവനിൽ എന്തെങ്കിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത്രമാത്രം ആ ഒരു മാച്ച് ബൂണ്ടസ് ലീഗിൽ കളിക്കാൻ പറ്റിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പ്ലെയറിനെ ലൂനിന്റെ സ്പേസിലേക്ക് സൈൻ ചെയ്താൽ അത്രയ്ക്ക് നന്നായിരിക്കുമെന്ന് പറയുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ജീൻ പോളിന് ഇപ്പോൾ ക്ലബ്ബൊന്നുമില്ല, വിത്തൗട്ട് ക്ലബ്ബിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം ലാസ്റ്റായിട്ട് കളിച്ച ക്ലബ്ബ് എന്ന് പറയുന്നത് ബൂണ്ടസ് ലീഗയിൽ തന്നെ ഹെർത്ത BSC ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 290 മാച്ചിൽ നിന്ന് 107 ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഗോളിനേക്കാളും ഒരുപാട് നേടിയിട്ടുള്ളത് അസിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വിത്തൗട്ട് ക്ലബ്ബിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു ഇഞ്ചുറിയിലായിരുന്നു. ഇഞ്ചുറിക്ക് ശേഷം ക്ലബ്ബിൽ എത്തിയപ്പോൾ ഒരു ഗോളോ ഒരു അസിസ്റ്റോ നേടാൻ 21 മാച്ചിൽ നിന്ന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിത്തൗട്ട് ക്ലബ്ബിൽ ഇപ്പോൾ അദ്ദേഹം നിൽക്കാനുള്ള കാരണം. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആശാൻ ഒന്ന് പൊടി തട്ടിയെടുത്താൽ ഒരു മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ജീൻ പോളിനെ സൈൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ടിയാഗോ പാലസിയോനേക്കാളും മാർക്കറ്റ് വാല്യൂ കുറഞ്ഞൊരു പ്ലെയർ തന്നെയാണ് ജീൻ പോൾ. അതുകൊണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിൽ ഒരു പേഴ്സണലി ഈസ് ദ ബെസ്റ്റ് ഇൻ ദ ഫോർവൺ എങ്കിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ 4 പ്ലേയേഴ്സിൽ ഏത് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.